ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. നല്ലൊരു ശതമാനം പേരിലേക്കും പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് 1600 രൂപ കൂടി ഏപ്രിൽ മാസത്തിൽ എത്തിച്ചേരുവാൻ പോകുന്നു എന്ന വാർത്തകൾ എത്തിയിരിക്കുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. 2023 ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷൻ തുകയായ 3200 രൂപ വീതം കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിൽ മിക്കവർക്കും തുക എത്തിക്കഴിഞ്ഞു. എന്നാൽ ചിലർക്ക് തുക എത്തിയില്ല. മാത്രമല്ല, ചിലർക്ക് ഒരു മാസത്തെ 1600 രൂപ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ബാങ്കിംഗ് തടസ്സങ്ങൾ നീങ്ങി നാളെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നവർക്ക് 3200 രൂപയുടെ വിതരണവും സംസ്ഥാനത്ത് സജീവമാണ്. വിഷുവിന് മുമ്പ് ലഭിക്കാത്തവർക്കായി വിഷുവിന് ശേഷവും പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 3200 രൂപ പെൻഷൻ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്തപ്പോൾ 7 ലക്ഷത്തോളം പേർക്ക് അവരുടെ കേന്ദ്രവിഹിതം ആയ 400 രൂപ മുതൽ 1000 രൂപ വരെ കുറച്ചാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രവിഹിതവും മുൻകൂറായി വിതരണം ചെയ്യുവാനായി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് കേന്ദ്ര ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ ആധാർ അധിഷ്ഠിത പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇതുകൂടാതെ ഏപ്രിൽ മാസത്തിൽ തന്നെ എല്ലാവർക്കും ഒരു 1600 രൂപ കൂടി പെൻഷനായി എത്തുമെന്ന വാർത്തകളാണ് പുതിയതായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ ആ മാസത്തിലെ ക്ഷേമ പെൻഷനുകൾ അതത് മാസം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ ഏപ്രിൽ 29-നോ 30-നോ വിതരണം ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വിഷുവിന് 3200 രൂപ ലഭിച്ചവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും ഈ മാസം ഒടുവിലായി മറ്റൊരു 1600 രൂപ കൂടി ലഭിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്.